മന്ത്രവാദ ചികിത്സയുടെ പേരിൽ 17 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. ക്ഷേത്ര പൂജാരിയാണ് കേസിൽ അറസ്റ്റിലായത്. മുതുവണ്ണാച്ച സ്വദേശി കിളച്ചപ്പറമ്പിൽ വിനോദാണ് അറസ്റ്റിലായത്. രാഹുൽ കെ.വിയുടെ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇന്ന് പറഞ്ഞു നിർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ സാക്ഷര കേരളത്തിലാണ് മന്ത്രവാദം അതെന്നും പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ചെല്ലുന്നതെന്ന്. ഇപ്പോൾ 17 വയസ്സുകാരിക്ക് ലൈംഗിക പീഡനം ഉണ്ടായിരിക്കുന്നു. ഇതെന്ന് സംഭവിച്ചതാണ്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അനശ്വര, ക്ഷേത്രത്തിലെ പൂജയ്ക്ക് പുറമെ മന്ത്രവാദക ചികിത്സകൾ കൂടി നടത്തുന്നയാളാണ് വിനോദ്. വടക്കുംപാട് വേങ്ങശ്ശേരിക്കാവ് മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. 17 വയസ്സുകാരിയെയാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. അതായത് കുട്ടി പഠനത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കുട്ടിയാണ്. രക്ഷിതാക്കൾ കുട്ടിയും കൂട്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 20-നാണ് പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ രക്ഷിതാക്കളുടെ കൂടെ കുട്ടി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഈ പെൺകുട്ടിയെ മാത്രം തന്റെ പൂജാമുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് പൂജാരി ചെയ്തത്. തുടർന്ന് ഈ പറഞ്ഞ ആവശ്യങ്ങൾ, ഈ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പൂജകൾ എന്ന പേരിലാണ് മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നതാണ് പരാതി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടി രക്ഷിതാക്കളോട് ഇക്കാര്യം അറിയിക്കാനുണ്ടായത്. തുടർന്ന് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇവരുടെ അറസ്റ്റ്, ഈ പൂജാരിയുടെ അറസ്റ്റ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. പോക്സോ വകുപ്പ് അടക്കമുള്ളവ ചുമത്തിയാണ് പൂജാരിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അനശ്വര പറഞ്ഞതുപോലെ തന്നെയാണ് സാക്ഷര കേരളം എന്ന് പറയുന്നു, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അതിനിടയിൽ കൂടിയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. അതായത് നാട് ഇത്രയധികം പുരോഗതിയൊക്കെ നേടി ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇതുപോലെ മന്ത്രവാദ ചികിത്സ എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന്റെ മറവിൽ ഈ വിധത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ കൂടി നടക്കുകയാണ്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. പോലീസ് ഏതായാലും ഇടപെട്ട് പൂജാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അനശ്വര, ശരി. പഠനത്തിൽ പിന്നോട്ടെങ്കിൽ ക്ഷേത്ര പൂജാരിയുടെ അടുത്തോ മന്ത്രവാദ ചികിത്സയ്ക്കോ അല്ല പോകേണ്ടതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കോഴിക്കോടാണ് ക്ഷേത്ര പൂജാരി 17-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പിടിയിലായത്.